നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യന്റെ തലയിൽ ഇത്രയുമൊക്കെ വർഗീയതയുടെ വിഷം ഉണ്ടാകുമോ? കൺമുന്നിൽ 15 ദിവസം മാത്രം പ്രായമായ ചോരക്കുഞ്ഞ്, ജീവൻ നിലനിർത്തേണ്ട ആ കുഞ്ഞു ഹൃദയത്തിൽ ദ്വാരം ഉൾപ്പെടെ 3 തകരാറുകൾ. അത് സഹിക്കാനാവാതെ തളർന്നിരിക്കുന്ന മാതാപിതാക്കൾ, ആധുനിക സംവിധാനങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് നിസ്സഹായരായി നിൽക്കുന്ന ഡോക്ടർമാർ. കുഞ്ഞ് രക്ഷപ്പെടുമോ എന്ന് പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കേരളത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് ചികിത്സയ്ക്കായി ആംബുലൻസിൽ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്. ഈ വിവരമറിഞ്ഞ അവരുടെ ബന്ധുക്കൾ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചുപോയി. ഇപ്പറഞ്ഞത് മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാണും. എന്നാൽ മനുഷ്യന്റെ രൂപവും മതഭ്രാന്ത് പിടിച്ച് കണ്ണും ചെവിയും മനസ്സും അടഞ്ഞുപോയവർക്ക് എന്ത് ജീവൻ, എന്ത് കുഞ്ഞ്? ഇന്നലെ ഫേസ്ബുക്കിൽ ഈ കുഞ്ഞിന്റെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് ബിനിൽ സോമസുന്ദരൻ എന്ന പേരിൽ പോസ്റ്റ് ഇട്ടിരുന്നു. വായിച്ചാൽ ഇത്യാദി ജന്മങ്ങളും കേരള മണ്ണിൽ പിറന്നു വീണല്ലോ എന്നോർത്തുപോകും. KL 60J7739 എന്ന ആംബുലൻസിനായി കേരളമാകെ തടസ്സമില്ലാതെ ഗതാഗതമൊരുക്കണം. കാരണം അതിൽ വരുന്ന രോഗി സാനിയ മിത്താഹ് ദമ്പതികളുടേതാണ്. ചികിത്സ സർക്കാർ സൗജന്യമാക്കും. കാരണം ന്യൂനപക്ഷ ജിഹാദിയുടെ വിത്താണ് എന്നാണ് പോസ്റ്റ്. ഇത് പിന്നീട് സോഷ്യൽ മീഡിയ ഏറ്റുപിടിച്ചു. സംഭവം വിവാദമായി. ഇയാൾക്കെതിരെ രോഷം പുകഞ്ഞു. ഇതോടെ ഇയാൾ പോസ്റ്റ് പിൻവലിച്ച് ഒളിച്ചോടി. എന്നിട്ട് ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്തെന്ന് മറ്റൊരു കുറിപ്പിട്ട് രക്ഷ തേടി. പക്ഷെ ഇതുകൊണ്ടൊന്നും സോഷ്യൽ മീഡിയയിൽ ഉണർന്നിരിക്കുന്നവർ അടങ്ങിയിരുന്നില്ല. സമാനമായ പോസ്റ്റ് ഇയാൾ ട്വിറ്ററിലും ഇട്ടിരുന്നത് അവർ കണ്ടെത്തി. ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച സമയത്ത് ട്വിറ്റർ പോസ്റ്റിന്റെ കാര്യം മറന്നുപോയതാവാം. എന്തായാലും അത് പിൻവലിക്കാൻ വൈകി. ഇതിന്റെ ചുവട് പിടിച്ച് ഇയാൾക്കെതിരെ വിമർശനങ്ങളുടെ കൂട്ട വെടിക്കെട്ടാണ്. സഹജീവികളായ മനുഷ്യരുടെ വർഗവും ജാതിയും അന്വേഷിച്ചു പോകുന്ന ഇത്തരക്കാർക്ക് സഹജീവികളിൽ ഇത്തിരി മനുഷ്യത്വം അന്വേഷിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോവുകയാണ്. ഇങ്ങനെയുള്ള കണ്ണിൽ ചോരയില്ലാത്ത പോസ്റ്റുകൾ പടച്ചു വിടുമ്പോൾ ഇവർക്കെല്ലാം എന്ത് മനസുഖമായിരിക്കും ലഭിക്കുന്നത്? അല്പം വിവാദമുണ്ടാക്കി ശ്രദ്ധ നേടാൻ ഇവർ ബന്ധുക്കളെയോ സ്വന്തക്കാരെയോ പറ്റി ഇങ്ങനെ എഴുതി നോക്കുമോ? ഇല്ല. ഒരു ഫേസ്ബുക്ക് ID ഉണ്ടെങ്കിൽ തൻ്റേതല്ലാത്ത എന്തിനെക്കുറിച്ചും വായിൽ തോന്നിയത് കുത്തിക്കുറിക്കാമെന്ന സംസ്കാരം മാറുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.